ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകാന്ത് വരികയും ശ്രീകാന്ത് ആണെങ്കിൽ വർഷ എന്നും വിളിച്ച് വർഷനെ വിളിക്കുക. അപ്പോൾ വർഷയാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാണ്ട് വീണ്ടും ഗെയിം കളിക്കുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് ആ ഫോൺ തട്ടിപ്പറിച്ച് താഴേക്ക് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷയാണെങ്കിൽ എന്താ ഈ ശ്രീകാന്ത് കാണിക്കണത്, ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഈ ശ്രീകാന്ത് പറയാണ്, ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു, എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചത്, അപ്പോൾ നീ ഇതൊന്നും അറിയണില്ല. ഞാൻ കുറേ നേരമായി വന്നിട്ട് നീ എന്താ ഇതൊന്നും ശ്രദ്ധിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത് ഇവിടെ വന്നതും തൊട്ടതും പിടിച്ചതും വിളിച്ചതും എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് വർഷ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വാ നീ വേഗം റെഡിയാവുക, നമുക്കിപ്പോൾ തന്നെ പോവാമെന്ന് പറയാം. എവിടേക്കാണെന്ന് വർഷ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ വർഷ പറയാണ്, ഏത് വീട്, നമുക്ക് അതിന് സ്വന്തമായിട്ട് വീടുണ്ടാ, 4 വർഷം കഴിഞ്ഞിട്ടല്ലേ നമ്മളൊരു ലോൺ എടുത്തൊരു വീട് വെക്കാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചത്, പിന്നെന്താന്നൊക്കെ ചോദിക്കുകയാണ് വർഷ. എൻ്റെ അച്ഛനെ അപമാനിച്ച ആ വീട്ടിലേക്ക് ഞാൻ വരില്ല എന്ന് വർഷ തീർത്തും പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനല്ലേ രേവതിയെടുത്തി മാല മോഷ്ടിച്ചെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന്. അച്ഛൻ പറഞ്ഞത് തെറ്റാണെന്നും ശരിയാണെന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ പോരായിരുന്ന സച്ചിയേട്ടന്. എന്തായാലും സച്ചിയേട്ടൻ ചെയ്തത് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ശ്രീകാന്തിൻ്റെ അടുത്ത്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് ശ്രീകാന്തും വർഷയും പരസ്പരം വഴക്കുണ്ടാക്കി നിൽക്കുകയാണ്. ശേഷം വർഷൻ്റെ അച്ഛനോടും അമ്മയോടും രേവതിക്കും വേണ്ടിയും സച്ചിക്കും വേണ്ടിയും സംസാരിച്ചിട്ട് ശ്രീകാന്ത് ആ വീട് വിട്ട് ഇറങ്ങാണ്. ആ സമയത്ത് വർഷൻ്റെ അമ്മയും അച്ഛനും പറയുന്നുണ്ട്, ഇത് വർഷയ്ക്ക് പറ്റിയ ചെക്കൻ തന്നെയാണ്, പക്ഷേ ഇവർ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെ നിൽക്കണം എന്ന് പറയാം. അതേസമയം ഈ പ്രശ്നത്തിനെല്ലാം കാരണം രേവതിയും സച്ചിയും ആണെന്ന് പറഞ്ഞ് ശ്രീകാന്തിൻ്റെ അമ്മ അച്ഛൻ്റെ അടുത്തൊക്കെ ദേഷ്യപ്പെടാണ്. ഇവരോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ തർക്കിച്ചുകൊണ്ട് നിൽക്കണം എല്ലാവരോടും. അപ്പോൾ സച്ചിയും തന്നെ വെറുതെ വിടുന്നില്ല. സച്ചിയാണെങ്കിൽ വർഷൻ്റെ അച്ഛനൊക്കെ മോശമായിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിനെയും സച്ചിനെയും ഒക്കെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുകയാണ് നമ്മുടെ ശ്രീകാന്തിൻ്റെ അമ്മ. ശ്രീകാന്തിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇവരിവിടെ ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു, അപ്പോൾ ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ സച്ചിയും രേവതിയും കൂടെ തീരുമാനിക്കുകയാണ് അച്ഛനെയും കൂട്ടി വീട്ടിൽ നിന്ന് പുറത്ത് പോകാമെന്ന്, ഇനി ആ വീട്ടിലേക്ക് ഇല്ല എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ സച്ചി അച്ഛൻ്റെ കൈയും പിടിച്ചിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്